നമ്മുടെ സ്വന്തം ഹോം മെയ്ഡ് ജേണൽ സപ്ലൈസിൻ്റെ, അതും കവായി ഹോം മെയ്ഡ് ജേണൽ സപ്ലൈസിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ജേണൽ ലേബിൾസ് ആണ്. ജേണൽ ലേബിൾസ് എന്നും ജേണൽ ബാനേഴ്സ് എന്നൊക്കെ പറയും. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ജേണൽ ചെയ്യുമ്പോഴേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോഡ്സ് ഒക്കെ എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഈ ജേണൽ ലേബിൾസ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തേക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ പോലത്തുള്ള ഷേപ്പിൽ പേപ്പറിൻ്റെ ഒരു മടക്കൊക്കെ വരുന്നത് പോലുള്ളൊരു സംഭവമാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ബ്ലൂ കളർ കൊടുത്തേക്കാണ്. നെക്സ്റ്റ് വൺ ഒരു ഫ്ലവർ വരച്ചിട്ട് ഒരു ക്ലൗഡ് ഡിസൈനാണ്, കുറച്ച് സ്റ്റാർസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാവൻഡർ കളറൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കവായി സ്റ്റിക്കേഴ്സ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എപ്പോഴും ഭയങ്കര ലൈറ്റായിട്ട് കൊടുക്കുന്ന കളേഴ്സാണ് കവായിൽ ഇഷ്ടം. ഞാൻ യൂസ് ചെയ്തേക്കുന്ന പെൻസിൽ കളറാണ്. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഒരു ബട്ടർഫ്ലൈയോ ഫ്ലവറോ അങ്ങനെ എന്താണ്ടോ ഒരു സാധനം വരച്ചേക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഏതാണെന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വരച്ചു. പിന്നെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കുമ്പോഴേക്കും കവായുടെ കേസ് വരുമ്പോഴേക്കും ഞാൻ കോർണറൊന്നും അങ്ങനെ പോയിൻറ്റഡ് ആക്കാറില്ല. എപ്പോഴും ഒരു കേർവ്ഡ് ആയിട്ടുള്ള കോർണറാണ് കൊടുക്കുക. അതാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ യൂസ് ചെയ്യുന്ന കളേഴ്സ് വന്നിട്ട് ഈ ലാവൻഡർ, യെല്ലോ, ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സ് ഭയങ്കര ലൈറ്റായിട്ട് മാത്രമാണ് ചെയ്തേക്കുന്നത്. പിന്നെ കളറൊന്നും ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. കളറ് ഫില്ല് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ലെയർ ഇച്ചിരി ഡാർക്കായിട്ട് അടിച്ചിട്ട് നെക്സ്റ്റ് ലെയർ നല്ല ലൈറ്റായിട്ടൊന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷെയ്ഡ് നന്നായിട്ട് വരും. പിന്നെ ഞാൻ ഒരു കപ്പ് കേക്ക് വരച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ പാളിപ്പോയെങ്കിലും അവസാന സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു പിങ്ക് ആൻഡ് യെല്ലോ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും റെഡിയായി. പിന്നെ ഞാൻ കൊടുത്തത് ഒരു സ്റ്റാറും ക്ലൗഡും ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റാർ വരയ്ക്കാനായിട്ട് നമ്മൾ പണ്ടൊക്കെ വരയ്ക്കുന്നില്ലേ പോയിൻറ്റഡ് ആയിട്ട്, അത് വരച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് കേർവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ടൈപ്പ് സ്റ്റാർ കിട്ടും. ഈ ടൈപ്പ് സ്റ്റാർ കുറച്ചുകൂടി ക്യൂട്ട് സ്റ്റാർ അല്ലേ, നമ്മൾ ഈ ഒറിഗാമി സ്റ്റാറൊക്കെ ചെയ്യുന്നൊരു ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ അതിന് ബ്ലൂ ആൻഡ് യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത്. ഇനി വേറെ ഒരെണ്ണം നമ്മൾ ഈ വാഷ് ടേപ്പൊക്കെ വെക്കത്തില്ലേ, ഒരു റെക്റ്റാങ്കിൾ പീസൊക്കെ എടുത്തിട്ട് അതിലൊരു വാഷ് ടേപ്പ് ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ഡെമോ ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ പിങ്ക് ആൻഡ് ലാവൻഡർ കളറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലും എല്ലായിടത്തും ഒരിടത്തും പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം കൊടുക്കേണ്ട, എല്ലാം കേർവ്ഡ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ലേബിൾസാണ് നമ്മൾ റെഡിയാക്കിയേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ കവായി സ്റ്റിക്കേഴ്സ് ചെയ്തതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പാർട്ടിട്ട് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതേപോലെ സൂക്ഷിക്കുക. നമ്മൾ പണ്ട് മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലൊക്കെ ഒട്ടിച്ച് വെച്ചായിരുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.